എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഏകദേശം 8 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു NRIയുടെ വീടാണിത്. 33 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുള്ളൊരു വീട് വളരെ ലാഭകരമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ 4 അതിരുകളും മതിൽ കെട്ടി തിരിച്ച് ഗേറ്റൊക്കെ വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ആൾ താമസമില്ല, ഉടമ വിദേശത്താണ്. അപ്പോൾ തെങ്ങ്, കവുങ്ങ്, തേക്ക്, പ്ലാവ്, മാവ് തുടങ്ങിയ എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഈ വീട്ടിലുണ്ട്. അപ്പോൾ അത്യാവശ്യം കൃഷിയൊക്കെ സ്നേഹിക്കുന്നവർക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട്. ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില 85 ലക്ഷം രൂപ മാത്രമാണ്. വിലയിൽ കുറവുകൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. ടാറിംഗ് റോഡിൽ നിന്നും നമ്മുടെ വീടിൻ്റെ മതിൽ കെട്ടി തിരിച്ച് മുമ്പേ പറഞ്ഞു, അവിടുന്ന് നമുക്ക് ഈ കാണുന്നത് വീണ്ടും ടാർ ചെയ്ത് നമ്മുടെ വീടിൻ്റെ മുറ്റം വരെ എത്തിച്ചിട്ടുണ്ട്. ഒരു 10 വാഹനങ്ങൾ ഒരുമിച്ച് വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റിയൊരു വിശാലമായിട്ടുള്ളൊരു മുറ്റം. അതും മുറ്റം പൂർണ്ണമായിട്ട് നമുക്ക് ടൈൽസ് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ആറ്റുമണലൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് കണ്ടുവരാം. ബഡ് പ്ലാവുകളൊക്കെ വെച്ചത് കായ്ച്ചു. ജനൽപ്പാളികളൊക്കെ കതകൊക്കെ വന്നിരിക്കുന്നത് തേക്കിൻതടിയിലാണ്. ഇവിടുത്തെ ജലലഭ്യതയ്ക്കായിട്ട് പൈപ്പ് കണക്ഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ കിണറും കൊടുത്തിട്ടുണ്ട്. ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ സ്ഥലവും വലിയ വീടും ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നതിൻ്റെ ഈ താഴോട്ടുള്ള ഭാഗവും വാഴയും കപ്പയും തെങ്ങും ഒക്കെ വെച്ചിരിക്കുന്നതാണ്. ആ ഒരു ഭാഗം ഇപ്പോൾ നോക്കാൻ നിലവിൽ ആളില്ലാത്തതുകൊണ്ട് കുറച്ച് കാട് പിടിച്ച് കിടപ്പുണ്ട്. ഇതെല്ലാം റെഡിയാക്കി തരുന്നതാണ്. ഇതൊക്കെയാണ് ആ താഴത്തെ ഇതിൽ ഉള്ള കൃഷികൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ കിണർ. ഇതുകൂടാതെ നമുക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട്. തെങ്ങൊക്കെ കായ്ച്ച തെങ്ങുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് നിലവിൽ. ഹൈവേയുമായിട്ട് 700 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. പൈക ടൗണിലേക്ക് ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത്. ഇതാണ് വലിയൊരു കാർ പോർച്ച്. വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വണ്ടി ചാർജിങ്ങിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 2 നിലകളിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം 2 ബാത്റൂം, മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂം 2 ബാത്റൂം എന്നിങ്ങനെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. മുകളിലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂഫ് ഏരിയ കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ സീറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. സീറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്, വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിലാണ്, നല്ല കൊത്തുപണികളൊക്കെ ഉള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ്. അതോടൊപ്പം തന്നെ 3 പാളിയുടെ ഒരു ജനാല സീറ്റ് ഔട്ടിലോട്ട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. അതെല്ലാം തേക്കിൻ തടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് വലിയ ഒരു സ്വീകരണ മുറിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇത് വീട് വാർത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ സീലിംഗ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട്, വീടിൻ്റെ ഉള്ളിലേക്ക് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. എല്ലാം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ്. ലിവിങ് ഹാള്, ഡൈനിങ് ഹാളും എല്ലാം നല്ല വലിപ്പമുള്ള ഹാളുകളാണ് വന്നിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്ക് നമ്മൾ കയറുന്ന ഒരു വാതിലാണ് ഇപ്പോൾ കണ്ടത്. ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചൻ്റെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിൻ തടിയാണ്. കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിരിക്കുന്നു. മുകൾ വശം നമ്മൾ മറ്റേ റൂമിലൊക്കെ കണ്ട പോലെ തന്നെ മുകൾ വശത്തൊക്കെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രോക്കറി യൂണിറ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ വയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ട്.
ഇതുകൂടാതെ വിറകടുപ്പൊക്കെ ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ അതിനുള്ളൊരു സൗകര്യവും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. വിറകടുപ്പ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ വെളിയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. ഇവിടുന്ന് നമുക്ക് കിച്ചണിൽ നിന്ന് അടുത്ത വാതിൽ വരുന്നത് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് നമ്മുടെ ലിവിങ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ടി വിക്കുള്ളൊരു പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ബെഡ്റൂമുകളായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് ഒരു കോമൺ ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മുറിയുണ്ട്. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. കറണ്ട് പോയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഇതാണ് നമുക്ക് നമ്മുടെ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ റൂമുകളൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ അടുത്ത താഴത്തെ ബെഡ്റൂം ഒരെണ്ണോടെ ഉണ്ട്, അത് കാണാമേ. സ്റ്റെപ്പൊക്കെ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ നിലയിൽ വിശാലമായിട്ടുള്ളൊരു വലിയ ഹാള്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ബെഡ്റൂമുകളാണ് നമുക്കുള്ളത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. 2 or 3 കട്ടിലുകൾ വേണമെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന വലിയൊരു ബെഡ്റൂമാണിത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതും വലിയ ബെഡ്റൂമാണ്. മുകളിൽ ഫാന്, സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. 3 പാളിയുടെ ഒരു ജനാലയും 2 പാളിയുടെ ഒരു ജനാലയുമാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് 5ാമത്തെ ബെഡ്റൂം കാണാനുണ്ട്. 5ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു വാഷ് ഏരിയ കാണാം. അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കോമൺ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ ടാപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 33 സെൻറ്റ് സ്ഥലവും 2500 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. നിങ്ങൾക്ക് 85 ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്നു. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് നമ്മുടെ 5ാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നു. താഴെ നമ്മൾ ആദ്യം കണ്ട ആ റൂമിൻ്റെ അതേ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇനി ഇതുകൂടാതെ നമുക്ക് തുണികളൊക്കെ വിരിക്കുന്നതിനായിട്ട് ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗം നമുക്ക് ഷീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ളൊരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലെല്ലാം ആണെങ്കിലും ഫുള്ള് കവർ ചെയ്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷികളൊന്നും കയറാതെ. പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു 2 പാളിയുടെ ഒരു കതക് തുറന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ ബാൽക്കണിയാണ് കാണുന്നത്. ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് റോഡിലോട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള നമ്മുടെ പറമ്പിൻ്റെ മുൻവശത്തെ ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ വാഹനങ്ങൾ പോകുന്ന നമുക്ക് കാണാം, മുൻവശത്തെ ദൃശ്യങ്ങളൊക്കെ കാണാം. വലിയൊരു മുറ്റം നമുക്ക് ഇവിടുന്ന് കാണാം. താഴെ നിന്ന് കണ്ടതിലും കുറച്ചുകൂടെ ഭംഗിയായിട്ട് മുറ്റമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഈ വാതിലിനോട് ചേർന്ന് തന്നെ ഓരോ പാളി ജനാലകൾ കൂടി കൊടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ആ ബാൽക്കണി ഏരിയ. നമുക്ക് മുമ്പേ കാണാത്ത ആ റൂം കൂടി ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ആ ഫാമിലി ലിവിങ് ഡൈനിങ്ങിൻ്റെയൊക്കെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞ് മുമ്പേ കാണാതെ പോയ ആ ബെഡ്റൂം. ഇത് നല്ല വലിപ്പമുള്ള, ഇപ്പോൾ ഒരു കട്ടിൽ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും എത്ര വലിപ്പമുള്ള ബെഡ്റൂമാണെന്ന്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമും. അപ്പോൾ 5 ബെഡ്റൂമുണ്ട്, 3 ബാത്റൂമുമാണ് വന്നിരിക്കുന്നത്. 4 ബാത്റൂം. യാതൊരുവിധ പ്രളയ ഭീഷണിയോ പ്രകൃതിക്ഷോഭമോ ബാധിക്കാത്തൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പൈക ടൗണുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരവും ഹൈവേയിൽ നിന്ന് 700 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.